കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്യുലർ നേഷൻ അല്ല, അതൊരു ഒരു റിലീജിയസ് നേഷനാണ്. രാഷ്ട്ര സംരക്ഷണത്തിന് നാലാമത്തെ തൂണായി പ്രവർത്തിക്കുന്നത് RSS ആണ് എന്നുള്ളതാണ്. ആ നിലപാടിൽ ഇപ്പോഴും ഈ 12 വർഷങ്ങൾക്ക് ശേഷം ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ അതിനെ വിശ്വസിക്കുന്നുണ്ട്. വേറെ RSSുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന വലിയ രീതിയിൽ ചർച്ചയാകുന്ന സംഭവം എന്ന് പറയുന്നത് ആയുധ പരിശീലനം നൽകുന്നു എന്ന് പറയുന്നത് ഇല്ല, ചെയ്യുന്നില്ല. അപ്പോൾ RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അല്ലേ? അല്ല, അതൊരു സാമൂഹ്യ സംഘടനയാണ്. അവർക്ക് ഏറ്റവും ഇവന്മാരൊക്കെ ജന്മനാ പൊട്ടന്മാരാണോ അതോ ഈ മുതുക്ക് ചെന്നോണ്ട് ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയണയാണോ എന്നറിയില്ല. കാരണം ഇവന്മാർ പറയുന്ന കാര്യത്തിന് എന്ത് ലോജിക് ഉണ്ടെന്ന് പറയാം, ഇത് തമ്മിൽ എന്ത് ബന്ധമുണ്ട്? അതായത് രാഷ്ട്ര സംരക്ഷണത്തിന് BJP ആണ് ഇവിടുത്തെ 4ാം തൂണെന്ന് പറയുന്നു. ഈ രാഷ്ട്ര സംരക്ഷണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മണ്ണ് മാത്രം സംരക്ഷിക്കുക, മനുഷ്യനെ കൊന്നെടുക്കുക എന്നുള്ളതാണോ? അത് ബീഫിന്റെ പേരിലും ജാതി വർഗീയതയുടെ പേരിലും ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയിരിക്കുന്നു. പഹൽഗ്രാം ആക്രമണം നടന്നത് പാകിസ്ഥാൻ ഒരു റിലീജിയസ് നേഷൻ ആയതുകൊണ്ടാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഒരു റിലീജിയസ് നേഷന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണ് BJP RSS പോലെ ഒരു തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടൊരു തീവ്രവാദ സംഘടനയെ വിളിക്കുന്നതാണ് സാമൂഹിക സംഘടന. ഇവന്മാര് സാമൂഹികമായിട്ട് പ്രവർത്തിച്ചതാണോ ഗുജറാത്തിലും മണിപ്പൂരിലും? ഇപ്പോഴത്തെ ഭരണക്രമത്തിൽ എന്ത് പോരായ്മയാണ് ഇങ്ങേര് കാണുന്നത്? അതായത് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എന്ത് പോരായ്മ ഇങ്ങേര് കാണുന്നു? നീതി നിഷേധിച്ച് ആക്രമിക്കപ്പെടുന്ന ജനങ്ങൾ ഇവിടെ അനേകായിരമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ബംഗാളിൽ നടന്ന വഖഫ് റിയറ്റിൽ ഹിന്ദുക്കളെ ആക്രമിച്ചത് അവിടുത്തെ BJP-കാർ തന്നെയാണ്. ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി പകൽക്കൊള്ള നടത്തിയത് BJP-കാരും RSS-കാരുമാണ്.